गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। ഓം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നാരദീയ ഭക്തിസൂത്രങ്ങളിൽ എവിടെയാണ് 17 സൂത്രമാണ് ശ്രദ്ധിച്ചതെന്നാ തോന്നുന്നു. അവിടെ ഭക്തിയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഭക്തിയുടെ ലക്ഷണങ്ങൾ ഇത് പറയുന്നു. എങ്ങനെ? നാനാമതഭേദാത്, പല അഭിപ്രായ ഭേദങ്ങൾക്കനുസരിച്ച് എന്ന് പറഞ്ഞു. എന്നിട്ട് 16-ാമത്തെ സൂത്രത്തിൽ പൂജാദിഷു അനുരാഗഃ ഇതി പാരാശര്യഃ. പാരാശര്യഃ പരാശരസ്യ പുത്രഃ, പരാശരന്റെ മകൻ പരാശര്യൻ വ്യാസൻ. വ്യാസന്റെ അഭിപ്രായത്തിൽ പൂജാദിഷു അനുരാഗഃ ഭക്തിലക്ഷണം. പൂജ തുടങ്ങിയവയിലുള്ള അനുരാഗമാണ് ഭക്തിയുടെ ലക്ഷണം. അനുരാഗം എങ്ങനെ? എന്തിലുള്ള അനുരാഗം? പൂജ തുടങ്ങിയവയിലുള്ള അനുരാഗം. ഭഗവാനെ പൂജിക്കുക, ആ പൂജിക്കുന്നതിനോട് പൂർണ്ണമായ ചേർച്ച ഉണ്ടാവുക, അതിലുള്ള അനുരാഗം. അങ്ങനെയുള്ളവർക്ക് സന്തോഷം. പൂജയ്ക്കായി കൊണ്ടുള്ള വസ്തുക്കൾ സമാഹരിക്കുക, അതിനു വേണ്ട ഒരുക്കുപാടുകൾ ചെയ്യുക, പൂജ ചെയ്യുക, അതിൽ ഉള്ളിൻ്റെ ഉള്ളിന്ന് പ്രവഹിക്കുന്ന അനുരാഗഭാവം, അതാണ് ഭക്തിയുടെ ലക്ഷണം. ഇത് തൻ്റെ അഭിപ്രായമല്ല, വ്യാസന്റെ അഭിപ്രായം. രണ്ടാമത് പറഞ്ഞു കഥാദിഷു ഇതി ഗർഗഃ. ഇപ്പൊ നമ്മൾ ചിന്തിച്ചതാണ്. ഈ സൂത്രങ്ങളിൽ ഒരു നിയമമുള്ളത്, ഏതെങ്കിലും സൂത്രം അർത്ഥം പൂർണ്ണമല്ലെങ്കിൽ തൊട്ട് മുൻപുള്ള സൂത്രത്തിൽ നിന്നോ മുൻ സൂത്രങ്ങളിൽ നിന്നോ ആശയം എടുക്കണം എന്നൊരു നിയമമുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ ഇവിടെ കഥാദിഷു ഇതി ഗർഗഃ, കഥ തുടങ്ങിയവയിൽ എന്ന് ഗർഗൻ പറയുന്നു എന്നാണ്. അർത്ഥം പൂർണ്ണമല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അനുരാഗഃ എന്ന ശബ്ദം മുൻ സൂത്രത്തിൽ നിന്നിട്ട് എടുക്കണം. പൂജാദിഷു അനുരാഗഃ എന്നുള്ള സൂത്രത്തിൽ നിന്ന് അനുരാഗഃ എന്നുള്ള ശബ്ദം ഇങ്ങോട്ട് എടുത്താൽ കഥാദിഷു അനുരാഗഃ ഇതി ഗർഗഃ. കഥ തുടങ്ങിയവയിലുള്ള അനുരാഗമാണ് ഭക്തിയുടെ ലക്ഷണമെന്ന് ഗർഗൻ പറയുന്നു. ഇപ്പൊ ഇവിടെ ഏത് ഗർഗനാണ്? വ്യാസൻ പ്രസിദ്ധനാണ്. വ്യാസൻ ഒരാളാണോ? അല്ല, പല മഹാപുരുഷന്മാര് ഒരു തൂലികാനാമത്തിൽ എഴുതിയതാണോ? ഇതിനെക്കുറിച്ചൊക്കെ തർക്കങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പുരാണമതം സ്വീകരിച്ചാൽ ഓരോ ദ്വാപര യുഗത്തിന്റെ ഒടുവിലും ഓരോ വ്യാസന്മാർ വരുന്ന. അപ്പോ ഒരു ചതുർയുഗത്തിലേക്ക് ഒരു വ്യാസനാണ് പുരാണത്തിനനുസരിച്ച് പറഞ്ഞത്.
അങ്ങനെ 27 വ്യാസന്മാരുടെയും പേരുകൾ നമുക്ക് പുരാണങ്ങളിൽ ലഭിക്കും. 28ാമത്തെ വ്യാസനാണ് കൃഷ്ണ ദ്വൈപായനൻ. ഇതാണ് പുരാണമതം. പക്ഷെ നവീന വിദ്വാൻമാര് പലരും അങ്ങനെയല്ല, വ്യാസൻ എന്നുള്ളത് പല വ്യക്തികള് ആ ഒരു നാമത്തിൽ രചനകൾ ചെയ്തതാണ് എന്ന് അഭിപ്രായപ്പെടുന്നുണ്ട്. നമ്മൾ ആ തർക്കത്തിലേക്കൊന്നും പോകുന്നില്ല. കുറച്ചൊന്ന് ആ തർക്കത്തിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. നമ്മെ സംബന്ധിച്ച് വ്യാസൻ എന്ന് പറയുമ്പോൾ പുരാണകർത്താവായ ഒരു വ്യാസനുണ്ട്, ഇതിഹാസകർത്താവായ ഒരു വ്യാസനുണ്ട്. ആ വ്യാസനെ നമ്മൾ കാണുന്നു. അത് 1000 ആളാണെന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രശ്നമില്ല. പക്ഷെ നമ്മൾ ഒരാളായിട്ടാണ് മാനിക്കുന്നത്. ഗർഗൻ ആരാന്ന് നമുക്കറിയില്ല. എന്നാൽ പ്രസിദ്ധനായ ഗർഗ മഹർഷി പുരാണങ്ങളിലുണ്ട്. ബ്രഹ്മപുരാണത്തിലും ബ്രഹ്മാണ്ഡ പുരാണത്തിലും ഭാഗവത പുരാണത്തിലും അതുപോലെ ഒരുവിധം എല്ലാ പുരാണങ്ങളിലും വളരെ ശ്രേഷ്ഠന്മാരായ മഹർഷിമാരുടെ കൂട്ടത്തിൽ ഗർഗ മഹർഷി. ആ ഗർഗന്റെ കൃതിയായിട്ട് ഗർഗസംഹിത ഉണ്ട്. ഗർഗസംഹിത തന്നെയാണ് ഗർഗഭാഗവതം എന്നറിയപ്പെടുന്നത്. വളരെ പ്രസിദ്ധമായ പ്രാമാണികമായൊരു വൈഷ്ണവ കൃതിയാണ് ഗർഗസംഹിത. അതിന്റെ കർത്താവ് ഗർഗ മഹർഷിയാണ്. ആ ഗർഗൻ തന്നെയാണോ ഇവിടെ നമുക്കറിയില്ല. ഇനി ശ്രീകൃഷ്ണനുമായി ബന്ധപ്പെട്ട് കൃഷ്ണൻ എന്നുള്ള നാമം കൊടുത്തത് തന്നെ ഗർഗ മഹർഷിയാണ്. ഗർഗനാണ് കൃഷ്ണൻ എന്നുള്ള പേരിടുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണന് നാമകരണം ചെയ്ത അത്രയും വലിയ പ്രാധാന്യമുള്ള മഹർഷിയാണ്. ആ ഗർഗന്റെ അഭിപ്രായത്തിൽ കഥ തുടങ്ങിയവയിലുള്ള അനുരാഗം, ഭഗവത് കഥകള് പറയുക, കേൾക്കുക, ചിന്തിക്കുക, അതിലുള്ള അനുരാഗം, അതാണ് ഭക്തിയുടെ ലക്ഷണം. ഭക്തിയുള്ളവർക്കേ ഭഗവത് കഥകൾ കേൾക്കാനുള്ള അഭിരുചി ഉണ്ടാവും. കഥ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്, ഇല്ലേ? കഥ കേൾക്കാൻ ആർക്കാ ഇഷ്ടമല്ലാത്ത? കഥ ഉണ്ടാക്കാനും ഇഷ്ടമാണ്. അപ്പൊ കഥ പറയാനും കേൾക്കാനും നമുക്കൊക്കെ ഇഷ്ടമാണ്. നമ്മളിലൊക്കെ ഒരു കുട്ടിയുണ്ട്. ലോകത്തിൽ ഏത് രാജ്യത്തായാലും കുട്ടികൾക്ക് കഥ കേൾക്കാൻ ഇഷ്ടമാണ്. ആ കുട്ടി നമ്മുടെ ഉള്ളിലൊക്കെ ഇല്ലേ? എന്താ അഭിപ്രായം? ഉണ്ട്, ഉണ്ട്. വൃദ്ധനായാലും ആ കുട്ടി നമ്മുടെ ഉള്ളിലുണ്ടാവും. അവിടെ എല്ലാവർക്കും കഥ കേൾക്കാൻ ഇഷ്ടമാണ്, കഥ ഉണ്ടാക്കാനും ഇഷ്ടമാണ്. പക്ഷേ പൊതുവെ ഈശ്വരീയമായ കഥകൾ കേൾക്കാൻ ഭക്തന്മാർക്ക് ഇഷ്ടമുണ്ടാവും. അല്ലാത്തവരും എല്ലാം ഇവിടുന്ന് സ്ഥലം വിടും. അതെ, കഴിഞ്ഞ ദിവസം ഏതോ ഒരു വിഷയം ചർച്ച ചെയ്തപ്പോൾ നമുക്ക് ദുർജനങ്ങൾ ആരാന്നൊന്നും നമുക്കറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ആ ശാസ്ത്രത്തിൽ വരുന്നൊരു പദം ദുർജനം ഉള്ളത് കൊണ്ട് പ്രയോഗിച്ചു. അല്ലാണ്ട് നമ്മൾ ദുർജനം എന്നൊന്നും ആരെയും പറയാറില്ല. നമുക്ക് പറയാൻ പറ്റില്ല ആരെ കൊണ്ടും ദുർജനാന്ന് പറയാൻ പറ്റുമോ? നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ പറയാറില്ല. വ്യക്തിപരമായി നമ്മൾ പറയാറേ ഇല്ല. ഒരാളെ കൊണ്ട് ദുർജനം എന്ന് പറയാറില്ല. പക്ഷെ ഒരു ശാസ്ത്രം വായിക്കുമ്പോൾ അതിൽ ദുർജന ശബ്ദം വന്നാൽ അത് വായിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ദുർജനം സജ്ജനം എന്ന് പറഞ്ഞപ്പോ ഒരാള് ചോദിച്ചു, ഈ സജ്ജനങ്ങളുടെയും ദുർജനങ്ങളുടെയും എങ്ങനെയാ നമ്മൾ തിരിച്ചറിയുക? എന്താ വ്യത്യാസം? എന്താ അയാളോട് പറയുക? വലിയൊരു പ്രശ്നമാണ്. കാരണം എന്താ സജ്ജനം എന്താ ദുർജനം എന്ന് നമ്മൾ ഏതെങ്കിലും ഒരു മാനം വെച്ച് പറയാൻ പറ്റില്ല. സജ്ജനമെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരാൾക്ക് നമ്മൾ അറിയാത്ത ഒരുപാട് ദുഷിച്ച ഭാവങ്ങളുണ്ട്. ദുർജനമെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരാൾക്ക് നമ്മൾ തിരിച്ചറിയാത്ത ഒരുപാട് സദ്ഭാവങ്ങളുണ്ട്. അപ്പൊ ആരെയും നമുക്ക് മുദ്ര കുത്താൻ പറ്റില്ല. ഒരാളെയും മുദ്ര കുത്താൻ പറ്റില്ല.
എങ്കിലും അപ്പൊ നമ്മുടെ വായിൽ വന്നത് ഇതാണ്. ഈശ്വരീയമായ കഥകൾ, ഈശ്വരീയമായ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയാലും ഒരു 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 മിനിറ്റ്, 1.5 മിനിറ്റ്, 2 മിനിറ്റ് കൊണ്ട് പരദൂഷണങ്ങളിൽ എത്തിപ്പെടും ദുർജനങ്ങളാണ്. സജ്ജനങ്ങൾ പരദൂഷണം പറഞ്ഞു തുടങ്ങിയാലും 1 മിനിറ്റ്, 2 മിനിറ്റ് കൊണ്ട് ഈശ്വരീയമായ കാര്യങ്ങളിൽ എത്തിച്ചു. എന്താ അഭിപ്രായം? സജ്ജനങ്ങൾ പരദൂഷണം പറയുമോ? പറയാനോ, പറഞ്ഞു തുടങ്ങാം. പക്ഷേ ഉടനെ തന്നെ അത് ഈശ്വരീയ മഹിമയിലേക്ക് എത്തിപ്പെടും. ദുർജനങ്ങൾ ഈശ്വരീയ മഹിമ പറഞ്ഞു തുടങ്ങിയാലും ഒട്ടും താമസിയാതെ മറ്റവന്റെയും അവന്റെയും കുറ്റവും കുറവും പറയുന്നതിലേക്ക് എത്തിച്ചു. ഇത് പൊതുവെ നമ്മൾ ലോകത്തിൽ കാണുന്നതാണ്. എന്താലോചിച്ച് നോക്കൂ, ശരിയല്ലേ? നമ്മളെ സത്സംഗത്തിന് കേശവൻ വന്നോ? ഏയ്, കേശവനൊന്നും വന്നിട്ടില്ല. പിന്നെ അവൻ അതിന്റെ പണിയല്ലേ, അവൻ ഈ സത്സംഗത്തിനൊന്നും വരില്ലാന്നേ. അതൊക്കെ വേണ്ടാത്ത വൃത്തികേടുകൾക്കേ പോവുള്ളൂ, അല്ല ഈശ്വര കാര്യങ്ങൾക്കൊന്നും അവർ പോവില്ല. എനിക്ക് ആദ്യം അറിയാം. അവനല്ല, അവന്റെ അച്ഛനും അങ്ങനെ തന്നെയാണ്. എന്ത്, സത്സംഗങ്ങൾക്ക് പോവില്ല, വൃത്തികെട്ടവനാണ്. നാട്ടിൽ എന്തെല്ലാം വൃത്തികേടുണ്ട് അത് മുഴുവൻ ഉണ്ടാക്കിയവനാണ് അവന്റെ അച്ഛൻ. നോക്കണേ, എന്താ പറഞ്ഞു തുടങ്ങിയേ? സത്സംഗം പറഞ്ഞാ തുടങ്ങിയേ. എവിടെ എത്തി? കേശവനെ വിട്ട് കേശവന്റെ അച്ഛനെ ദൂഷിക്കാതെ തുടങ്ങി. എന്നോ മരിച്ചുപോയ അച്ഛനെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇനി തിരിച്ചു പറഞ്ഞാലോ, അയ്യോ, ആ സത്സംഗത്തിനൊക്കെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ടും ആ കേശവൻ വന്നില്ലല്ലോ, പരദൂഷണം പറയാനാ തുടങ്ങിയത്. എന്താ ചെയ്യാ, അതാണ് മായയുടെ ഒരു മഹിമ. ഇത് കേൾക്കണം വേണ്ടേ? ഒരു അധികാരം എല്ലാവർക്കും കൊണ്ട് കേൾക്കാൻ പറ്റുമോ? അത് ഇത്ര അത്ഭുത ഭഗവാന്റെ ലീലകൾ. അപ്പൊ എവിടെയാ തുടങ്ങിയത്? പരദൂഷണത്തിലാ തുടങ്ങിയത്. എവിടെ എത്തി? ഈശ്വര മഹിമയിലെത്തി. ഇതാണ് സജ്ജനങ്ങളുടെയും ദുർജനങ്ങളുടെയും വ്യത്യാസം മനസ്സിലാക്കാനുള്ള ഒരു മാനദണ്ഡം. ഒന്ന്, അത്രയേ ഉള്ളൂ. ഇത് മാത്രമാണ് മാനദണ്ഡം എന്ന് പറയരുത്. ഇങ്ങനെ ആയിരക്കണക്കിന് ഉണ്ടാവും, പക്ഷെ ഇതൊരു പ്രധാനപ്പെട്ട ഒരു മാനദണ്ഡമാണ്. അപ്പോ ഈ ഗർഗമഹർഷി എന്ന് പറയുമ്പോൾ ആരാണ്? ഇത്രയും ശ്രീകൃഷ്ണനെ പോലും നാമകരണം ചെയ്ത മഹാപുരുഷനാണ്. പക്ഷെ നമുക്കറിയില്ല ആരാ എന്താന്നുള്ളത്. സജ്ജനങ്ങൾ എപ്പോഴും സജ്ജനങ്ങളുടെ പേരുകൾ പിന്തുടർന്നിടും. ഏതുവരെ? ഒന്നുകൂടി പറയാം. സജ്ജനങ്ങൾ എപ്പോഴും സജ്ജനങ്ങളുടെ പേരുകൾ പിന്തുടർന്നിടും. ഏതുവരെ? ഉത്തരം ലളിതമാണ്. ആ പേരിനെ മഹാദുർജനമായ ഒരാൾ കളങ്കപ്പെടുത്തുന്നത് വരെ. ശരിയാണല്ലോ? ഇല്ല, എല്ലാവർക്കും മനസ്സിലായിട്ടില്ല. നോക്കൂ, നമ്മളെ കുട്ടികൾക്ക് രാവണൻ എന്ന് പേരിടുവോ? സാധ്യത കുറവാണ്. എന്താ, രാവണൻ നല്ല പേരല്ലേ, ഒന്നാന്തരം പേരാണ്, ലക്ഷണയുക്തമായ പേരാണ്. ഭാഷാപരമായും എങ്ങനെ ചിന്തിച്ചാലും നല്ല ഒന്നാന്തരം പേരാണ് രാവണൻ. മാത്രമല്ല, രാവണന്റെ അച്ഛൻ അമ്മയൊക്കെ വലിയ അറിവുള്ളവരാ. അപ്പൊ അറിവുള്ളവരായ അവര് മോശപ്പെട്ട പേര് കുട്ടിക്കിടുക? ഒരിക്കലുമില്ല. പക്ഷെ നമ്മൾ കുട്ടികൾക്ക് ഇടാൻ മടിക്കും. കാരണം രാവണൻ എന്ന് പറഞ്ഞ വ്യക്തി ആ പേരിന് കളങ്കപ്പെടുത്തി. അപ്പൊ ആ പേര് കേൾക്കണ മാത്രയിൽ നമുക്കൊരു മോശപ്പെട്ട ഒരു ചിന്തയാ വരിക. അതുകൊണ്ട് രാവണന് ശേഷം ആരും രാവണൻ എന്നുള്ള പേര് നല്ല പേരാണെങ്കിലും ഇടാറ് പതിവില്ല. ഇനി രാവണൻ ഇടണമെന്ന് നിർബന്ധം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ വല്ല രാവണ പ്രഭുന്നോ ഒക്കെ അങ്ങോട്ട് ഇടും. രാവണപ്രഭു പറഞ്ഞാൽ ശ്രീരാമൻ, അങ്ങനെ ഇടും. ചിന്തിക്കുക. അപ്പൊ ഗർഗർ ആരാ നമുക്കറിയില്ല. എത്രയോ പേര് ഈ പേര് ആവർത്തിച്ചിട്ടുണ്ടാവും. എങ്കിലും ഗർഗഭാഗവതത്തിന്റെ കർത്താവായ ശ്രീകൃഷ്ണന് നാമകരണം ചെയ്ത ഗർഗമഹർഷി ആയിരിക്കണം. എന്താ ഗർഗം പറയുന്നേ? കഥാദിഷു, ഭഗവത് കഥകളിലുള്ള അനുരാഗം. അതാണ് നേരത്തെ സജ്ജന ദുർജന ഭേദമൊക്കെ പറഞ്ഞത്. ഈശ്വര കഥകളിൽ ഉള്ളുന്നൊരു അനുരാഗം ഉണ്ടാവുക.
അത് കേൾക്കാൻ വേണ്ടി എന്ത് ത്യാഗവും സഹിക്കും. അതാണ് ഭക്തിയുടെ ലക്ഷണമെന്ന് ഗർഗൻ പറയുന്നു. അപ്പൊ ഈ രണ്ടെണ്ണം ഉദ്ധരിച്ചപ്പോ ഇത് രണ്ടും തനിക്കും സമ്മതമാണെന്ന് ഉറപ്പാ. എന്റെ അഭിപ്രായം അല്ല എങ്കിലും തനിക്കും ഇത് സമ്മതമാണ്. എന്നിട്ട് പറയാണ് ആത്മരത്യ അവിരോധേനേതി ശാണ്ഡില്യ. ആത്മരത്യ അവിരോധേനേതി ശാണ്ഡില്യ. ആത്മരത്യ അവിരോധേന. ഇവിടെ സൂത്രമായതുകൊണ്ട് ഈ ഭാഷ നമുക്ക് സ്വീകരിക്കാം. അല്ലെങ്കിൽ ആത്മരതിരവിരോധേനേതി എന്നാ വേണ്ടത്. ആത്മരതി അവിരോധേന എന്ന് പറയുമ്പോൾ സന്ധി വരുമ്പോ ആത്മരതിരവിരോധേന എന്നാ വരേണ്ടത്. അല്ലാണ്ട് ആത്മരത്യ അവിരോധേന എന്ന് വരില്ല. പക്ഷെ സൂത്രമായതുകൊണ്ട് അത് തെറ്റാന്ന് പറയരുത്. അവിരോധേന, ഒരു വിരോധവും ഇല്ലാതെ, ഒരു തടസ്സവും ഇല്ലാതെ, ഒരു മുടക്കവും ഇല്ലാതെ ആത്മരതി, തന്നിലുള്ള ആനന്ദഭാവം, അതാണ് ഭക്തിയുടെ ലക്ഷണമെന്ന് ശാണ്ഡില്യൻ പറയുന്നു. ശാണ്ഡില്യ മഹർഷി വേദത്തിലും അതിൽ തന്നെ ഉപനിഷത്തുക്കളിൽ, ഇനി പുരാണങ്ങളിൽ, ഇതിഹാസങ്ങളിൽ എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു നാമമാണ് ശാണ്ഡില്യ മഹർഷിയുടെ നാമം. വേദത്തിലുണ്ട്, വേദത്തിൽ തന്നെ ഉപനിഷത്തുക്കളിലുണ്ട്, മഹാഭാരതത്തിലുണ്ട്, എല്ലാ പുരാണങ്ങളിലും ശാണ്ഡില്യന്റെ നാമം. അത്രയും പ്രഭാവശാലിയായ ഒരു മഹർഷിയുടെ നാമമാണ് ആ മഹർഷി ശാണ്ഡില്യൻ. ഇനി മറ്റൊന്നുകൂടി പറയാം. ഈ നമ്മളിപ്പോ നാരദീയ ഭക്തി സൂത്രങ്ങളാണ് ഇപ്പൊ ചിന്തിക്കണം. ഇതുപോലെ തന്നെ വളരെ ചെറിയ ആകാരത്തിൽ, എന്നാൽ ആശയം കൊണ്ട് ഭക്തിയുടെ എല്ലാ മാനങ്ങളെയും ഭാവങ്ങളെയും വിശദമാക്കുന്ന മറ്റൊരു സൂത്ര ഗ്രന്ഥമാണ് ശാണ്ഡില്യ ഭക്തി മീമാംസ. ശാണ്ഡില്യ ഭക്തി മീമാംസ. അതില് ഈ നാരദ ഭക്തി സൂത്രം പോലെ തന്നെ ഭക്തിയെക്കുറിച്ചുള്ള നല്ലൊരു വിചാരം നമുക്ക് ലഭിക്കും. ആ ശാണ്ഡില്യ ഭക്തി മീമാംസ രചിച്ച ശാണ്ഡില്യനാണോ ഇത്? അറിയില്ല. ആയിരിക്കാം, ആയിരിക്കാം എന്ന് പറയാം. അപ്പൊ എന്താണ് ശാണ്ഡില്യന്റെ അഭിപ്രായത്തിൽ ഭക്തിയുടെ ലക്ഷണം? ആത്മരത്യ അവിരോധേന. അവിരോധേന, വിരോധമില്ലാതെ ആത്മരതി അനുഭവിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഭക്തിയുടെ ലക്ഷണം. ഭക്തി നമുക്ക് കൈവന്നാൽ എപ്പോഴും ആനന്ദമാണ്, എപ്പോഴും ആനന്ദം. അപ്പൊ പലപ്പോഴും ആനന്ദം പലർക്കും തോന്നാറുണ്ട്, അല്ലേ? ഉണ്ട്. പലപ്പോഴും ആനന്ദം പലർക്കും തോന്നാറുണ്ട്. സുഖം എന്നുള്ളത് നമുക്കൊക്കെ പലപ്പോഴും ഉണ്ടാവും. ജീവിതത്തിന്റെ പകുതി നമുക്കൊക്കെ സുഖമായിരിക്കും, അല്ലേ? എന്താ അഭിപ്രായം? പകുതി സുഖാവില്ലേ? പകുതി ദുഃഖമോ? അതാണല്ലോ ജീവിതം എന്ന് പറഞ്ഞത്. സുഖദുഃഖ സമ്മിശ്രാണ് ജീവിതം. അപ്പൊ അങ്ങനെ ഒരു പകുതി സുഖം എന്ന് പറയുകയാണ്. എന്താ പകുതി സുഖം ഉണ്ടാവില്ലേ? ഉണ്ടാവും. അസുഖാണ് സുഖം. പകുതി സുഖം എന്തായാലും ഉണ്ടാവും. അപ്പൊ ഈ പകുതി സുഖത്തിൽ ഒരു ഒരു 1% ഒരു ആനന്ദ അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. ചെറിയൊരു ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമുക്ക് ഓരോരുത്തർക്കും ഭക്ഷണം, ഇഷ്ടപ്പെട്ട ഭക്ഷണം പലതായിരിക്കും. എന്നാലും ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം മനസ്സിൽ വിചാരിച്ചോളൂ. കഴിഞ്ഞ ദിവസം അങ്ങനെ എന്തോ ഒരു സ്ഥലത്ത് പറഞ്ഞപ്പോ ഒരാള് എന്തോ ഒരു പുതിയൊരു പേര് പറഞ്ഞു. എനിക്ക് പേര് തന്നെ അറിയില്ല. എന്താ ഫൽഹാം എന്തോ ഒരു പേര്, അൽഫാം. അത് തന്നെ, അൽഫാം തോന്നുന്നു. എനിക്കറിയില്ല എന്താണെന്ന് വെച്ചാൽ വിചാരിച്ചോളൂ. ഞങ്ങൾ വിചാരിക്കാതിരിക്കണ്ട. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു ഭക്ഷണം വിചാരിച്ചോളൂ.
അപ്പൊ അത് ഇഷ്ടപ്പെട്ട ഭക്ഷണമാണെങ്കിൽ വയറ് നിറയുന്ന വരെ സുഖം ഉണ്ടാവും, ഇല്ലേ? ഉണ്ടാവില്ല? വയറ് നിറഞ്ഞാൽ സുഖം പോയി, പിന്നെയും കഴിക്കൂ എന്ന് പറഞ്ഞാൽ ദുഃഖമായി, പിന്നെയും കഴിക്കൂ എന്ന് പറഞ്ഞാൽ നമ്മളവിടെ എഴുന്നേറ്റ് ഓടും. സംശയമില്ല. അപ്പൊ ഈ ഇഷ്ടപ്പെട്ട ഭക്ഷണം മതിയാവുന്നത് വരെ നമുക്ക് ഉണ്ടാവുന്ന അനുഭവം സുഖമാണ്. അതിന്റെ ഏതോ ഒരു സന്ദർഭത്തിൽ, എപ്പോഴാന്ന് ആർക്കും പറയാൻ വയ്യ, അത് ചിലപ്പോൾ ഒരു പ്രാവശ്യം കഴിക്കുമ്പോൾ അനുഭവിച്ചോളണം എന്നില്ല. ഏതോ സന്ദർഭത്തിൽ ആ ഭക്ഷണം സുഖമായി കഴിച്ചപ്പോൾ കഴിക്കുന്ന താനും കഴിക്കപ്പെടുന്ന ഭക്ഷണവും കഴിക്കുക എന്ന് പറഞ്ഞ പ്രക്രിയയും ഇല്ലാത്ത ഒരു സെക്കൻഡിന്റെ ഒരു ഫ്രാക്ഷൻ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടാവും. നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു കാമുകിയുമായിട്ട് അല്ലെങ്കിൽ കാമുകനുമായിട്ട് ചേരുകയാണ്. ആ കാമുകി ആരും ആവാട്ടോ, നാളെന്നൊന്നും പറയണില്ല, പതി പത്നി എന്നൊന്നും പറഞ്ഞിട്ടില്ല, ആരും ആവാം. അവരോട് ചേരുന്ന സന്ദർഭത്തിൽ ശരി, അതിൻ്റെ ഒരു പൂർണ്ണതയിലെത്തി, അതുവരെ അയാൾക്ക് സുഖമാണ്. ഈ സുഖത്തിന്റെ ഏതോ ഒരു നിമിഷം, ഒരു സെക്കൻഡിന്റെ ഒരു ഫ്രാക്ഷൻ, കാമിക്കപ്പെടുന്ന ആളും കാമിക്കുന്ന ആളും കാമവും എന്ന ത്രിപുടി നഷ്ടപ്പെടുന്ന ഒരു ചെറിയൊരു ഘട്ടം. അതാണ് ആനന്ദാനുഭവം. ഒരാൾ ഈശ്വര ഭജന ചെയ്യാണ്. ഈശ്വര ഭജന ചെയ്യുമ്പോൾ സന്തോഷം, വളരെ സുഖം, സന്തോഷം. പക്ഷെ അവിടെ ഭജിക്കുന്ന ഞാനും ഭജിക്കപ്പെടുന്ന ഈശ്വരനും ഭജന എന്നുള്ള ക്രിയയും. എന്നാൽ അതിന്റെ ഏതോ ഒരു സന്ദർഭത്തിൽ, ഒരു സെക്കൻഡ് അല്ലെങ്കിൽ ഒരു സെക്കൻഡിന്റെ ഒരു ഫ്രാക്ഷൻ, ഭജിക്കുന്ന ഞാനും ഭജിക്കപ്പെടുന്ന ഈശ്വരനും ഭജനയും ഇല്ലാതെ അദ്വൈതത്തിന്റെ ഒരു അവസ്ഥയുണ്ട്. അതാണ് ആനന്ദം. അപ്പൊ ഇവിടെ കാമുകന്മാരുടേത് പറഞ്ഞു, ഭക്ഷണത്തിൻ്റെത് പറഞ്ഞു, ഭജനയുടേത് പറഞ്ഞു. ഇങ്ങനെ നിങ്ങൾ ആയിരം ദൃഷ്ടാന്തങ്ങൾ സ്വന്തം ഉണ്ടാക്കിക്കോളൂ. അതിൽ ഒരു 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 മിന്നി മറയല് പോലെ ആനന്ദത്തിന്റെ ഒരു സ്ഫുരണം നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആ വിഷയം നമുക്ക് പ്രിയപ്പെട്ടതാകുന്നത്, അല്ലാതെ സുഖം കൊണ്ടല്ല. ചിന്തിച്ചു നോക്കുക, അപ്പൊ മനസ്സിലാവും. ഒരു സെക്കൻഡിനൊരു ഫ്രാക്ഷനേ ഉണ്ടാവുള്ളൂ, അത് മതി. എങ്കിൽ ആ ഒരു ആനന്ദഭാവം എപ്പോഴും അനുഭവിക്കുന്ന സ്ഥിതി ആലോചിച്ച് നോക്കൂ. എന്തായിരിക്കും ആ ഒരു ആനന്ദഭാവം സദാനുഭവിക്കുന്ന സ്ഥിതി? അതാണ് അവിരോധേന. കാരണം ആ ആനന്ദഭാവത്തിന് വിരോധം ഇല്ല എന്നർത്ഥം. അതിനെ തടയുന്ന മറ്റൊന്നില്ല. അല്ലാത്തടത്തൊക്കെ ഉണ്ട്. നേരത്തെ പറഞ്ഞ എല്ലാ ദൃഷ്ടാന്തത്തിലും ഉണ്ട്, ഇല്ലേ? ഇല്ല. ആദ്യം പറഞ്ഞത് ഭക്ഷണം കഴിക്കണ ദൃഷ്ടാന്ത. വിശപ്പ് മാറിയപ്പോ കഴിഞ്ഞു. ഇനി വിശപ്പ് മാറണ്ട, നല്ല ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാ മുമ്പില് ആര് പറഞ്ഞാൽ അനുസരിക്കണമോ അയാൾ വന്നിട്ട് കണ്ണുരുട്ടുന്നത്. യോഗമൊക്കെ മറന്നുപോയോ, പ്രമേഹമുള്ളത് മറന്നുപോയോ എന്നൊക്കെ പറഞ്ഞിട്ടാണ്. കഴിഞ്ഞില്ലേ? ആനന്ദം മുഴുവൻ പോയില്ലേ? ഉപദ്രവം വന്ന സമയം കണ്ടോ? സന്തോഷിച്ച് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാ വന്നേ, ഇല്ലേ? തോന്നില്ല? ഇതുപോലെ മറ്റെല്ലാ ദൃഷ്ടാന്തങ്ങളിലും നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, മനസ്സിൽ വെച്ച് ചിന്തിച്ചു നോക്കൂ. അപ്പൊ ലൗകികമായ ഭൗതികമായ ഏതൊരു സുഖാനുഭവത്തിനും ഒരു തടസ്സമുണ്ട്, വിരോധമുണ്ട്. എന്നാൽ വിരോധം ഇല്ലാതെ ആനന്ദാനുഭവം സങ്കല്പിച്ചു നോക്കൂ. അതാണ് ഭക്തിയുടെ ലക്ഷണം. സുഖം ദുഃഖം, മാനം അപമാനം, ശീതം ഉഷ്ണം, പൂജ പരിഭവം, സ്തുതി നിന്ദ, ഇങ്ങനെ ജീവിതത്തിൽ മാറി വരുന്ന എല്ലാ അവസ്ഥകളിലും മാറാത്ത ആനന്ദഭാവം അകത്തുണ്ടാവുക എന്നുള്ളതാണ് ഭക്തിയുടെ എന്നാണ് ശാണ്ഡില്യൻ പറയുന്നത്. അപ്പൊ ഇവിടെ പറഞ്ഞത്
പൂജാദിഷു അനുരാഗ, കഥാദിഷു അനുരാഗ, ആത്മരത്യ അവിരോധേന എന്ന് 3 അഭിപ്രായങ്ങളാണ് പറഞ്ഞത്. ഇപ്പൊ പല ആചാര്യന്മാരും പല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. എങ്കിൽ ഇവിടെ സൂത്രകാരൻ എടുത്തുദ്ധരിച്ചത് ഈ 3 അഭിപ്രായങ്ങളെയാണ്. അപ്പൊ ഈ 3ഉം തനിക്കും സമ്മതമാണ് എന്നുറപ്പാണ്. സമ്മതമല്ലാത്തത് എടുത്തുദ്ധരിച്ചാൽ അതിനെ എതിർക്കും. ഇവിടെ എതിർത്തിട്ടില്ല. ഇങ്ങനെ കഥാദിഷു അനുരാഗമെന്ന് ഗർഗൻ പറയുന്നുണ്ട്, അത് ശരിയല്ല എന്നാണ് പറയുന്നത്. തനിക്ക് സമ്മതമല്ലെങ്കിൽ. അങ്ങനെ പറയാത്തത് കൊണ്ട് സമ്മതമാണ് എന്ന് വെച്ചാൽ അർത്ഥം ഈ പറഞ്ഞ 3 സൂത്രങ്ങളിലെ ലക്ഷണങ്ങളും ഭക്തിയുടെ ലക്ഷണമായിട്ട് നാരദനും സമ്മതമാണ്. തെറ്റാണല്ലോ.